ശ്രീ വസന്തകമ്പള്ളി, അത് പാകിസ്ഥാന്റെ നാവായി മാറുന്നു എന്നാണ്, ചിലരെങ്കിലും പാകിസ്ഥാന്റെ നാവായി മാറുന്നു എന്നാണ്. ചർച്ച അങ്ങോട്ട് കൊണ്ടുപോകുവാനല്ല ഉദ്ദേശിച്ചിരുന്നത്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണ് ഇത് എന്നതിലേക്കായിരുന്നു ചർച്ച തുടങ്ങി വെച്ചത്. പക്ഷേ ആ സമയത്ത് ഷാക്കിർ പറഞ്ഞു, ചില സംശയങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ടി പി ജയചന്ദ്രൻ പറയുന്നത് ചിലർക്കെങ്കിലും പാകിസ്ഥാന്റെ നാവാണെന്നാണ്. ഇത് പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ശരിയാണ് കേട്ടോ, ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എങ്ങനെയാണെന്ന്. അല്ല ശ്രീ മഞ്ജുഷ്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഈ ആക്സിഡന്റ് ഉണ്ടായി, ഈ ഇൻസിഡന്റ് ഉണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ CWC മീറ്റിംഗ് ചേർന്ന്, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ പരമോന്നതാധികാര ബോഡിയാണ് CWC, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. ആ വർക്കിംഗ് കമ്മിറ്റി ഐക്യകണ്ഠേനമായി ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ അക്ഷരം തന്നെ സർക്കാരിന് പരിപൂർണ പിന്തുണ എന്നുള്ളതാണ്. അത് ഞങ്ങൾ നൽകുകയാണ് ഈ സമയത്ത്. അതിൽ കൂടുതൽ ആ വിഷയത്തിൽ രാഷ്ട്രീയം തൽക്കാലം സംസാരിക്കേണ്ട എന്ന് AICC തന്നെ ഞാനടങ്ങുന്ന വക്താക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. AICCയുടെ വക്താക്കൾക്ക്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താക്കൾക്കെല്ലാം. പക്ഷേ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ശ്രീ TP ജയേന്ദ്രൻ പറഞ്ഞ എന്താണ്, ഇതിനു മുമ്പും ടെററിസ്റ്റിക് അറ്റാക്കുകൾ ഉണ്ടായിട്ടില്ലേ, തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അങ്ങനെ ഉണ്ടായ സമയത്ത് ഈ രാജ്യത്ത് ആരെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രീ ജയേന്ദ്രൻ 2008 നവംബർ മാസം 26-ാം തീയതിയാണ് മുംബൈയിൽ ആക്രമണം തുടങ്ങുന്നത്. അത് നവംബർ 29-ാം തീയതി വരെ നീണ്ടു നിന്നു. അന്ന് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പേര് ലാൽകൃഷ്ണ അദ്വാനി എന്നാണ്. ആ ലാൽകൃഷ്ണ അദ്വാനി പോലും അന്ന് ഭരിക്കുന്ന ഭരണകൂടത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സമയത്ത്, ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും ശബ്ദം ഉയരാതിരുന്ന സമയത്ത് അങ്ങ് ഗുജറാത്തിൽ നിന്ന് നമ്മളൊരു ശബ്ദം കേട്ടു. ഈ സർക്കാർ രാജിവെക്കണമെന്നും സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്നും തീവ്രവാദ ആക്രമണം സർക്കാരിന്റെ പ്രതിച്ഛായയുടെ മേൽ ഏറ്റ നിഴലാണെന്നും തിരിച്ചടിയാണെന്നും അങ്ങനെ രാജിവെക്കണമെന്ന് പറഞ്ഞ ഗുജറാത്തിൽ നിന്നുള്ള നിങ്ങളുടെ നേതാവിന്റെ പേര് നവംബർ മാസം 29-ാം തീയതി ആക്രമണം തീർന്ന് നവംബർ മാസം 30-ാം തീയതി 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസ് ഹാളിൽ നിന്ന് പ്രസ് മീറ്റ് നടത്തിയ നേതാവിന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദി എന്നാണ്. അന്നത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രധാനമന്ത്രി. അതുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ കഥയൊക്കെ പറയാൻ പോയാൽ അത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്ന് പറയേണ്ടതായി വരും. സുരക്ഷാ വീഴ്ചയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും, അത് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു. പക്ഷെ അതിന്റെ അവസരം ഇതാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ അവസരത്തിൽ രാഷ്ട്രീയ റൈഫിളിന് ഒരു സെക്ടറിന് ചുമതല ഉണ്ടായിരുന്നത് 2 സെക്ടറാക്കി ആര് കൊടുത്തുവെന്നും, ഈ അതിതന്ത്രപ്രധാനമായ സ്ഥലത്ത് ഇത്രയേറെ ടൂറിസ്റ്റുകൾ വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് സൈന്യത്തിന് കിട്ടിയില്ല എന്നുള്ളതും, അവിടെ എന്തുകൊണ്ട് ഒരു സൈനികൻ പോലും തിരിച്ചൊരു വെടിയുതിർക്കാൻ ഇല്ലാതായി പോയെന്നും, ദിവസം ഇത്രയും കഴിഞ്ഞിട്ടും 2 രേഖാചിത്രമല്ലാതെ മറ്റെന്താണ് ഇവരുടെ കൈകൾ ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ച, അത് ചർച്ച ചെയ്യേണ്ട സമയം ഇതാണ് എന്ന് ഞങ്ങൾ തോന്നുന്നില്ല. പക്ഷെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങുമെങ്കിൽ പറഞ്ഞു തന്നെ പോകും. ഇനി സന്തോഷം ആർക്കാണ്? ശ്രീ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള പ്രിയപ്പെട്ട TP ജയേന്ദ്രൻ മാസ്റ്റർ, ആർക്കാണ് സന്തോഷം? ഈ പറയുന്ന വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് എത്തിയെന്ന് നിങ്ങളുടെ PR ഹാൻഡിലുകൾ പറയുന്ന നരേന്ദ്രമോദി ഉണ്ടല്ലോ, അദ്ദേഹം ബീഹാറിൽ പോയി നിങ്ങളുടെ സന്തത സഹചാരിയായ, ഒന്ന് തുമ്മിയാൽ ഈ സർക്കാർ താഴെ പോകുന്ന നിങ്ങളുടെ നിതീഷ് കുമാറിനൊപ്പം വേദി പങ്കിട്ട് ചിരിച്ചാർത്തുല്ലസിക്കുന്ന പടങ്ങൾ നാഷണൽ മീഡിയ കൊടുക്കില്ല കേട്ടോ, അത് ഗോദി മീഡിയ. നിങ്ങൾ കോൺഗ്രസിന്റെ അടക്കം സൈബർ ഹാൻഡിലുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതായത് ഈ ആക്രമണമുണ്ടായി അവിടെ കൊല ചെയ്യപ്പെട്ട 20-ലേറെ പേരുടെ ശവശരീരം പൂർണ്ണമായും മറവ് ചെയ്യുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എവിടെയാണ്? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബീഹാറിൽ പോയി ഇലക്ഷൻ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? നിതീഷ് കുമാറിനൊപ്പം വേദി പങ്കിടുകയാണ്, നിതീഷ് കുമാറിനൊപ്പം ചായ കുടിക്കുകയാണ്, നിതീഷ് കുമാറിനൊപ്പം കപ്പലണ്ടി പറക്കി തിന്നുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാര്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെച്ചാൽ നാളെ ഈ സർക്കാർ താഴെ പോകും. നിതീഷ് കുമാർ തുമ്മിയാൽ ഈ സർക്കാർ താഴെ പോകും. അതുകൊണ്ട് ഞങ്ങളുടെ കാലത്തെ പോലെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കാനുള്ള ആർജവമൊന്നും ഏതായാലും നരേന്ദ്രമോദിക്ക് ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് സർക്കാരിനോട് പറയാനുള്ളത്: നാവടക്കൂ, പണിയെടുക്കൂ.
ഒരു പരസ്യവാചകം നമ്മൾ പക്ഷെ കേട്ടിട്ടില്ലേ? അതിനേക്കാളൊക്കെ അല്ലല്ലോ അന്ന് ബീഹാറിൽ റാലിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഭീകരവാദത്തിന്റെ നട്ടെല്ല് തകർക്കുമെന്ന്. അത് മാത്രമല്ല ഈ ഭീകരവാദികൾക്കും അതോടൊപ്പം തന്നെ അവരെ ഇങ്ങോട്ട് അയച്ചവർക്കും അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തൊട്ടടുത്ത് തന്നെ ഇന്ത്യയുടെ നയതന്ത്ര നീക്കം തുടങ്ങിയിരുന്നു ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അതിന് പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയും നൽകിയിരുന്നു. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ താങ്കൾ പറയുന്ന കാര്യങ്ങൾ കൂടുതലും പാകിസ്ഥാനിൽ ചർച്ചാ വിഷയമാകുന്ന കാര്യമാണ്. പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം